രാജ്യം കണ്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ധിക്കാരി, കേരളം കണ്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ അനിഷേധ്യൻ, CPM-ന്റെ സ്ഥാപക നേതാവിലൊരാൾ. അനീതിക്കെതിരെ ജീവിതകാലം മുഴുവൻ പോരാടിയ പാവപ്പെട്ടവരുടെ പടത്തലവനും രക്ഷകനും, പണ്ടുകാലത്ത് പുന്നപ്ര വയലാറിലെ സമരനായകൻ, ജനമനസ്സുകളിൽ എന്നെന്നും തലയെടുപ്പോടെ നിലകൊള്ളുന്ന നമ്മുടെ മുഖ്യമന്ത്രി എന്ന് ചങ്കൂറ്റത്തോടെ കേരളം വിളിച്ചു പറഞ്ഞ VS അച്യുതാനന്ദന് കേരളം ഇന്ന് വിട പറയുകയാണ്. 2026 മെയ് 18 കേരളത്തിൻ്റെ 11ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അന്ന് അദ്ദേഹത്തിന് 83 വയസ്സായിരുന്നു. ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായ വ്യക്തി എന്ന പട്ടവും അദ്ദേഹത്തിന് ചാർത്തി കിട്ടി. തിരുവനന്തപുരത്തെ പട്ടം SUT ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ഉച്ചതിരിഞ്ഞ് 3:20 അന്ത്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഇതോടെ ആ ഇതിഹാസതുല്യമായ ജീവിതത്തിന് തിരശ്ശീല വീണു. 102 വയസ്സായിരുന്നു. മരണസമയത്ത് ഭാര്യ വസുമതിയും മക്കളായ VA അരുൺകുമാറും VV ആശയും സമീപത്ത് തന്നെയുണ്ടായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നാണ് ജൂൺ 23 പട്ടം SUT ആശുപത്രിയിൽ VS-നെ പ്രവേശിപ്പിച്ചത്. 1-2 വർഷമായി ആരോഗ്യനില തീർത്തും മോശമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞതോടെ നില കൂടുതൽ വഷളായി. ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടങ്ങിയവർ SUT ആശുപത്രിയിലെത്തി. അതിനുശേഷമായിരുന്നു മരണവിവരം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങിയത്. ബുധനാഴ്ചയാണ് സംസ്കാരം. തിരുവനന്തപുരത്തു നിന്നും വിലാപയാത്രയായി ദർബാർ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുകയാണ്. വലിയ ചുടുകാട്ടിൽ നാളെ വൈകിട്ട് 4 മണിക്കാണ് സംസ്കാരം. കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ അന്തിമോപചാരം അർപ്പിക്കാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഭാര്യ വസുമതി അച്യുതാനന്ദൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് നഴ്സിംഗ് സൂപ്രണ്ടായാണ് വിരമിച്ചത്. മകൻ VA അരുൺകുമാർ IHRD ഡയറക്ടർ ഇൻചാർജാണ്. മകൾ ഡോക്ടർ ആശ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി മുൻ സയൻറ്റിസ്റ്റാണ്. മരുമക്കളായ ഡോക്ടർ തങ്കരാജ് ജനറൽ ആശുപത്രിയിലെ യൂറോളജിസ്റ്റും ഡോക്ടർ രജനി ജനറൽ ആശുപത്രിയിലെ ഡോക്ടറുമാണ്. 1952 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായ VS അച്യുതാനന്ദൻ അന്ന് തന്നെ ജനമനസ്സുകളിൽ ഇടം പിടിച്ച വ്യക്തിയാണ്. ഒരു തയ്യൽക്കാരിൽ നിന്ന് മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള VS-ന്റെ യാത്ര പ്രതിസന്ധികൾ ഏറെ നിറഞ്ഞതായിരുന്നു. പോരാട്ടവീര്യവും നിശ്ചയദാർഢ്യവുമായിരുന്നു കൈമുതൽ. അമ്പലപ്പുഴ താലൂക്കിലെ പുന്നപ്ര വടക്ക് പഞ്ചായത്തിൽ പരവൂർ വെന്തലത്തറ വീട്ടിൽ ശങ്കരൻ്റെയും അക്കമ്മയുടെയും 5 മക്കളിൽ രണ്ടാമനായി 1923 ഒക്ടോബർ 20 തുലാമാസത്തിലായിരുന്നു ആ അനിഴ നക്ഷത്രത്തിലെ VS-ന്റെ ജനനം. 4 വയസ്സുള്ളപ്പോൾ അമ്മ വസൂരി ബാധിച്ച് മരിച്ചു. 11ാം വയസ്സിൽ അച്ഛനും മരിച്ചതോടെ ജ്യേഷ്ഠൻ്റെയും പിതൃ സഹോദരിയുടെ സംരക്ഷണത്തിലാണ് VS വളർന്നത്. 7ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം നിലച്ചു. പിന്നീട് ഒരു ജൗളിക്കട നടത്തുകയും തുന്നൽ പഠിച്ച് തയ്യൽ ജോലിക്കാരനായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത VS അച്യുതാനന്ദൻ പിന്നീട് ആലപ്പുഴയിലെ കയർ ഫാക്ടറിയിലും പണിയെടുത്ത ശേഷമാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. 52 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ഡിവിഷണൽ സെക്രട്ടറിയായി. 54 പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായി. 56 ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആയതോടൊപ്പം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായി. 1959 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ കൗൺസിൽ അംഗം. 64 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നതോടെ CPM കേന്ദ്ര കമ്മിറ്റി അംഗം എന്നീ പദവികളിലേക്കും എത്തി. 64 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർപ്പിന് വഴിതെളിച്ച ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോന്ന് CPM രൂപീകരിച്ച 32 അംഗങ്ങളിൽ ശേഷിച്ച അവസാനത്തെ നേതാവായിരുന്നു സഖാവ് VS അച്യുതാനന്ദൻ. 1964 മുതൽ 70 വരെ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറി കൂടിയായിരുന്നു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച